കലാപൂരത്തിന് മുമ്പായി തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു ചെറിയ മിനിയേച്ചർ പതിപ്പ് തന്നെ ഇവിടെ ഒരുക്കി. പാറമേക്കാവും തിരുവമ്പാടിയും ചേർന്ന് അനിയേറ്റനും കുട്ടൻചാട്ടനും ചേർന്ന് ഗംഭീരമായൊരു മേളം തന്നെ. ആ മേളം അവസാനിച്ചതേ ഉള്ളൂ. എന്തായാലും അനിയേറ്റനിൽ പറയാനുള്ളത് തന്നെ ആദ്യം കേൾക്കാം. അല്ല, ഈ വടക്കുന്നാഥൻ്റെ മണ്ണിൽ ഈ കലോത്സവം നടക്കുവാൻ സാധിച്ചതിൽ വളരെയധികം അഭിമാനമുണ്ട്. കാരണം നമുക്ക് തൃശ്ശൂർക്കാർക്ക് ഈ വടക്കുന്നാഥൻ്റെ മണ്ണിൽ ലോകപ്രസിദ്ധമായ തൃശ്ശൂർ പൂരവും തൃശ്ശൂരിൻ്റെ സ്വന്തമായ പുലിക്കളിയും നടക്കുന്ന ഈ വേദിയിൽ ഈ വടക്കുന്നാഥൻ്റെ മണ്ണിൽ ഈ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കുവാനും മത്സരിച്ച് പങ്കെടുക്കുവാനും അവസരമുണ്ടായി വളരെയധികം സന്തോഷമുണ്ട്. രണ്ട് മക്കളും കൊച്ചുമോനും ഉണ്ടായിരുന്നല്ലേ കൂടെ? കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, കൊച്ചുമോനുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ മാറ്റിവയ്ക്കുന്ന എല്ലാവർക്കും ഒന്നാം സമ്മാനം തന്നെ കിട്ടട്ടെ. എല്ലാവർക്കും നല്ല നല്ല വീട്ടിൽ എത്താൻ ഈ മാറ്റിവയ്ക്കുന്നതിൽ അനവധി പേരുടെ കാരണം ഈ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നവർക്ക്, സ്കൂൾമാർക്ക്, ജില്ലയിലുള്ളവർക്ക്, ഗവൺമെൻറ്, ആസ്വാദകർ എല്ലാം വിഷയമാലിന്യങ്ങൾ. തൃശ്ശൂരിൻ്റെ ഒരു മനസ്സും ആശംസയുമാണ് അദ്ദേഹം പങ്കുവച്ചത്. എന്തായാലും ചെറുശ്ശേരി കൂടി ഇതിനെക്കുറിച്ച് പങ്കുവയ്ക്കുന്ന രണ്ടുപേരും ചേർന്ന് ഗംഭീരം ഒരു മേളം തന്നെ കാഴ്ചവെച്ചു. ആദ്യം പറഞ്ഞതുപോലെ തന്നെ പൂരത്തിൻ്റെ ഒരു ചെറിയ പതിപ്പ് പാണ്ഡിമേളത്തിൻ്റെ ഏറ്റവും മനോഹരമായ ടൈറ്റ് ചേട്ടനൊക്കെ അവിടെ നിന്ന് ആ ആരവത്തിനൊപ്പം തന്നെ കൈ ഉയർത്തി താളം പിടിക്കുന്നുണ്ടായിരുന്നു. വളരെയധികം സന്തോഷമുണ്ട്. തൃശ്ശൂർ ഇങ്ങനെ ഒരു വലിയ ഒരു കലാമേള, സ്കൂൾ കലാമേള ഇവിടെ വെച്ച് നടത്താൻ സാധിച്ചതിലും അതിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും അതിഗംഭീരമായി ആശംസകൾ ഒരിക്കൽ കൂടി അനിയേട്ടാ. എന്തായാലും 64ാമത് സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ചുകൊണ്ട് 64 വർണ്ണക്കുടകൾ നിവർത്തിക്കൊണ്ടായിരുന്നു ആ ഗോപുരനടയെ സാക്ഷി നിർത്തിക്കൊണ്ട്, കിഴക്കേ ഗോപുരനടയെ സാക്ഷി നിർത്തിക്കൊണ്ടുള്ള ഗംഭീരമായ മേളം. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ തുടക്കം അതുകൊണ്ട് തന്നെ പൂരം പോലെ മനോഹരമായി. ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ.